പ്രഭാത ചിന്തകൾ. വളരെ വികൃതിയായിരുന്ന തന്റെ അനിയനെ നിയന്ത്രിക്കാൻ അവന്റെ ജ്യേഷ്ഠൻ ഒരു വഴി കണ്ടുപിടിച്ചു. കളിക്കുമ്പോൾ അവനു ചുറ്റും ഒരു വലിയ വൃത്തം വരയ്ക്കും. ഇത് മറികടന്നാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പേടിപ്പിച്ചു. അവൻ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ജ്യേഷ്ഠൻ ചെയ്ത ഒരു ചെറിയ കാര്യം. പക്ഷേ ആ വൃത്തത്തിന്റെ ഉള്ളിലിരുന്ന് അവൻ ഒരുപാട് ചിന്തിച്ചുകൂട്ടി. വൃത്തത്തിന് പുറത്തേക്ക് കാലൊന്ന് തൊടാൻ പോലും ഭയന്ന് അവൻ അതിനുള്ളിൽ ചുരുണ്ടുകൂടി. കുട്ടിക്കാലം തീർന്നിട്ടും അവന്റെ മനസ്സിൽ നിന്നും ആ വൃത്തം മാഞ്ഞുപോയില്ല. കൗമാരത്തിലും യൗവനത്തിലും ആ അദൃശ്യമായ വൃത്തം അവനെ വേട്ടയാടി. പിൽക്കാലത്താണ് ഈ വൃത്തത്തെക്കുറിച്ച് അവൻ ലോകത്തോട് പറഞ്ഞത്. രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ആ കുട്ടി. ചെറിയൊരു കയറിൽ കെട്ടിയിട്ട ആനകളെ കണ്ടിട്ടില്ലേ? നിസ്സാരമായി അത് പൊട്ടിച്ചു പോകാവുന്നതേയുള്ളൂ. പക്ഷേ അവ ഒരിക്കലും അത് പൊട്ടിക്കാൻ ശ്രമിക്കാറില്ല. കാരണം ചെറുപ്പത്തിലെ അവർ ശീലിച്ചതാണ്. വലിയ ആനകളായിട്ടും ആ സത്യം അവ തിരിച്ചറിയുന്നില്ല. അങ്ങനെയൊരു വൃത്തത്തിലോ കയറിലോ കുരുങ്ങിക്കിടക്കുകയാണ് പല മനുഷ്യ മനസ്സുകളും. ഇത്തിരി പോന്ന അറിവിന്റെയും ധാരണകളുടെയും ചെറിയ വൃത്തങ്ങളിൽ അകപ്പെട്ടു കിടക്കുകയാണ്. നാം പുറത്തു കടക്കേണ്ടത് അത്തരം വൃത്തങ്ങളിൽ നിന്നാണ്. ഒരു സ്വയം പുതുക്കലാണത്. അങ്ങനെയൊരു സ്വയം പുതുക്കലിനുള്ള ആത്മധൈര്യം നേടാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലോകത്താകമാനം സമാധാന അന്തരീക്ഷം നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏവർക്കും ശുഭദിനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.